ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഹാരി പോട്ടറിൻ്റെ എഡിഷനുള്ള ഒരു ഗെയിമുമായിട്ടാണ്. ഹാരി പോട്ടർ മിസ്റ്ററി എന്നാണ് ഗെയിമിൻ്റെ നെയിമും കാലഘട്ടം. അപ്പോൾ ഞാനത് ജസ്റ്റ് കുറച്ച് കളിച്ചായിരുന്നു. അപ്പോൾ ഞാൻ ജസ്റ്റ് എന്തെങ്കിലും ഒന്ന് റെക്കോർഡും പാട് ചെയ്യാമെന്ന് വിചാരിച്ചു. ഞാൻ വെറുതെ ഒന്ന് കളിക്കാൻ വേണ്ടി ഓപ്പൺ ചെയ്തപ്പോൾ ഇങ്ങനെ ഒരു ക്യൂരിയോസിറ്റിക്ക് വേണ്ടി റെക്കോർഡ് ചെയ്യുന്നതേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ എന്തായാലും എനിക്കിതൊന്ന് റെക്കോർഡ് ചെയ്യണമെന്നുണ്ടായിട്ടോ. ബട്ട് എൻ്റെ ഒരു വൺ ഓഫ് ദ ഫേവറേറ്റ് സീരീസ് എന്നാണ് ഈ ഒരു ഹാരി പോട്ടറും കാലൊക്കെ. അപ്പോൾ അതിൻ്റെ ഒരു ക്യൂരിയോസിറ്റി ഞാൻ കയറ്റിയൊരു ഗെയിമാണ്. അപ്പോൾ നമ്മുടെ മൊബൈലിൽ നമുക്ക് സിമ്പിളായിട്ട് കളിക്കാൻ പറ്റുന്ന ഒരു ഗെയിമാട്ടോ. അപ്പോൾ ഇതെന്തായാലും അത്യാവശ്യം നല്ലൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഗെയിമും കാലൊക്കെയാണ്. അപ്പോൾ ഇതിന് തീമായാലും പിന്നെ അതുപോലെ ഇതിൽ വരുന്ന ഇവൻറ്റ്സ് ആയാലും ഒക്കെ ഇതൊരു അത്യാവശ്യം അടിപൊളി തീമും കാലൊക്കെയാണ്. നമുക്ക് ഒരു ഇൻട്രസ്റ്റിംഗ് ആണ് ഇത് കളിക്കാൻ വേണ്ടിയിട്ടൊക്കെ. എന്തായാലും നമുക്ക് ബോറടിക്കാത്ത രീതിയിൽ കളിക്കാൻ പറ്റും. പിന്നെ ഇതിൽ വരുന്ന എനിക്ക് മുകളിൽ നോക്കിയാൽ കാണും ഒരു ഇടിമിന്നലിൻ്റെ ഒരു ഇതുണ്ടല്ലോ സൈൻ, അതുപോലത്തെ ഒരു സൈൻ കാണാൻ പറ്റും. മറ്റൊരു എനർജി സംഭവം. അപ്പോൾ ആ ഒരു സംഭവം ഉണ്ടെങ്കിൽ നമുക്ക് ഗെയിം മുമ്പോട്ട് കളിച്ചു പോകാൻ പറ്റുള്ളൂ. അപ്പോൾ അത് കിട്ടാൻ കുറച്ച് പാടാണ്. അപ്പോൾ അത് ജസ്റ്റ് എനിക്കൊന്ന് കാണിച്ചു തരാം. നമ്മൾ ജസ്റ്റ് ഒരു ഇതിൽ ഫൈറ്റിങ്ങിൽ കയറിയാട്ടോ. അപ്പോൾ ഇതിലൊട്ട് കുറേ മെഷീൻസ് ഉണ്ട്. അപ്പോൾ കുറച്ചൊക്കെ ഞാൻ കളിച്ചു. അപ്പോൾ ഇനി എന്തായാലും 2-3 മെഷീൻസൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ ഇതെന്തായാലും ഇനി വേണം, ഇതിന് ഗെയിം പ്ലേസ് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ ഞാൻ എന്തായാലും ഇതിൻ്റെ ഗെയിം പ്ലേസും കാലിലേക്ക് ഇടാം. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് ഡെല്ലിങ് റൂമിൽ നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മെക്കോണിക്കൽ മിസ്സും കാലൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും ഫൈറ്റിങ്ങിൻ്റെ ഒരു മാച്ചും കാലൊക്കെയാണ് ഇവിടെ. അപ്പോൾ നമ്മളെന്തായാലും ഒരു $50 നമ്മുടെ ഓപ്പണൻറ്റിൻ്റെ കാലൊക്കെ സെർച്ച് ചെയ്ത് കണ്ട് ഓക്കെ നമുക്കൊരു ഓപ്പണൻറ്റ് വന്നിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ഫൈറ്റും കാലൊക്കെ സ്റ്റാർട്ട് ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഫസ്റ്റ് ഓഫ് ഓൾ ഡിഫൻസാണ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ഫസ്റ്റ് അതുകൊണ്ട് നമ്മൾ ജയിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിവിടെ കുറച്ച് ഐറ്റംസ് ഉണ്ട് കേട്ടോ. അപ്പോൾ കുറവൊന്നും എൻ്റെ അൺലോക്ക് ആയിട്ടില്ല, 2 മാത്രമേ അൺലോക്ക് ആയിട്ടുള്ളൂ. പിന്നെ നമ്മൾ എന്താ ഒരു പോർഷൻ എടുത്ത് എറിഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അവർക്ക് നമ്മുടെ ഓപ്പോണൻറ്റിനാണെങ്കിൽ കുറച്ച് അധികം ഹെൽത്തും കാലം കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവൻ അതുപോലെ നമ്മൾ എറിഞ്ഞിട്ടുണ്ട്, നമുക്കും കുറച്ച് ഹെൽത്തും കാലം കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം നമുക്ക് ഇനി സ്നീക്ക് എടുത്ത് കൊടുക്കാം. ഓക്കെ, അതിൽ നമ്മൾ ജയിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് അടുത്തൊരു സ്പെല്ലാണ്. അപ്പോൾ നമുക്കിതിങ്ങനെ വരച്ചു കൊടുക്കണ്ട ഇതിൻ്റെ ഒപ്പം തന്നെ. ഓക്കെ, അപ്പോൾ അതങ്ങനെ വരച്ച് ഓക്കെ, അത് കൈയെടുക്കാതെ വരക്കണം. കൈയെടുക്കാതെ വരച്ചാലേ റെഡി ആവുള്ളൂ, അല്ലെങ്കിൽ അതൊന്നാകെ ബ്ലാങ്കായി പോകും. ഓക്കെ അപ്പോൾ എന്തായാലും നമ്മളതും കൊടുത്തിട്ടുണ്ട്. അടുത്ത അറ്റാക്ക് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഓക്കെ, നൈസായിട്ട് അവിടെ നല്ല ഡാമേജും കല കുറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് പിന്നെയൊരു ത്രൂ ബോൾ നമ്മൾ എറിഞ്ഞിട്ടുണ്ട്. നമുക്ക് എന്തായാലും കുറച്ച് പോയിട്ടുണ്ട്. ഞാൻ എന്തായാലും അടുത്ത് അഗ്രസീവ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അതിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്, അതിൽ നമ്മൾ വിന്നായിട്ടുണ്ട്. അപ്പോൾ നമ്മളെന്തായാലും ആ ഒരു പോർഷൻ തന്നെ നമ്മൾ എറിഞ്ഞിട്ടുണ്ട്. ഓക്കെ, അങ്ങനെ തന്നെ നമ്മളിത് ഈ ഒരു റൗണ്ട് നമ്മൾ ഓക്കെ വിജയിച്ചിട്ടില്ലല്ലോ. ഓക്കെ, ജസ്റ്റ് ഒരു ചെറിയ ലൈഫിലാണ് ആളുകൾ നിൽക്കുന്നത്. ഓക്കെ, നമ്മളെന്തായാലും അടുത്ത് ഏത് കൊടുക്കുക, അഗ്രസീവ് കൊടുത്താലോ, അഗ്രസീവ് തന്നെ കൊടുക്കും. ഓക്കെ, ആ റൗണ്ടിൽ നമ്മൾ തോറ്റ കേസ്. ഓക്കെ, നമ്മുടെ ഹെൽത്ത് ഫുള്ള് കഴിഞ്ഞ് നമ്മൾ ലോസ് ആയിട്ടുണ്ട്. ഓക്കെ, നമുക്ക് എന്തായാലും ഒന്നുപാടൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഒരു മാച്ചും പാടി കളിച്ചു നോക്കാം. ഓക്കെ, ഒരു മാച്ചും പാടി നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ വേറെ ഓപ്പണൻറ്റും കാലൊക്കെ ഓക്കെ, വേറെ ഓപ്പണൻ്റാണ് ഓസ്കാർ എന്ന് പറഞ്ഞൊരു പ്ലെയറും കാലൊക്കെയാണ് ഓപ്പണൻ്റായിട്ട് വന്നിട്ടുള്ളത്. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ അഗ്രസീവ് എടുത്തിട്ടുണ്ട്. ഓക്കെ, നമുക്ക് എന്തായാലും എസ്പെലോമസ് എടുത്ത് നോക്കാം. ഓക്കെ, അത് കൊടുത്തിട്ട് നമ്മൾ നമ്മുടെ സ്പെല്ല് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അവൻ്റെ സ്പെല്ല് അവൻ്റെ കയ്യിൽ നിന്ന് ഒരു വാൻഡ് തെറിച്ച് പോയിട്ട്. ഓക്കെ, അവൻ തിരിച്ചു അതുപോലെ തന്നെ നമുക്ക് എന്തൊരു സ്പെല്ല് നമ്മൾ മേജ് യൂസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ഇനി നമുക്ക് ഏത് കൊടുക്കാം, സ്നീക്ക് കൊടുക്കാം. സ്നീക്ക് ഓക്കെ, അതിൽ നമ്മൾ ലോസായി. ഓക്കെ, അവന് മറ്റേ പോഷൻ ബോൾ എറിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഓക്കെ, നമുക്ക് കുറച്ച് ലൈഫ് കുറഞ്ഞിട്ടുണ്ട്. നമുക്ക് അതിനെ എടുത്ത് തിരിച്ച് എറിഞ്ഞേക്കാം. ഓക്കെ, അവനും കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായാലും അടുത്ത് നമ്മൾ ഡിഫൻസീവ് കൊടുത്തിട്ടുണ്ട്. പക്ഷെ അതിന് നമുക്ക് ലോസാണ് അടിച്ചിട്ടുള്ളത്. അവന് ഓക്കെ, അവൻ കുറച്ച് ഡാമേജ് തന്നിട്ടുണ്ട്. നമുക്ക് എന്തെങ്കിലും കൊടുക്കാൻ പറ്റും. ഓക്കെ, നമുക്ക് കൊടുക്കാൻ പറ്റും. നമ്മൾ ആ ബോൾ തന്നെ എടുത്ത് തരുന്നുണ്ടാവും. അപ്പോൾ ഇത് കൊടുക്കുന്നതാണ് കുറച്ചും കൂടെ ഡാമേജ് അവർക്ക് കിട്ടുക. ഓക്കെ, എന്തായാലും ഇതിൽ നമ്മൾ ജയിച്ചിട്ടുണ്ട്. ഈ റൗണ്ട് കാലൊക്കെ നമ്മൾ ജയിച്ചിട്ടുണ്ട്. ഓക്കെ, ഇങ്ങനെ റൗണ്ട് ജയിക്കുമ്പോൾ നമുക്ക് ആ ഒരു എനർജീൻ്റെ സംഭവം കിട്ടുന്നതാണ്. പിന്നെ ഇവിടെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പോൾ അതൊക്കെ നമുക്ക് യൂസ് ചെയ്താണ് എന്തൊക്കെ സംഭവങ്ങളും കാലൊക്കെ ഉണ്ട്. അത് മാച്ച് മുമ്പിലോട്ട് പോകും തോറും, മാച്ചില്ല ഗെയിം മുമ്പിലോട്ട് പോകും തോറും നമുക്കൊക്കെ അറിയാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ അതൊക്കെയാണ് ഇതിലെ സംഭവങ്ങളൊക്കെ. പിന്നെ ഇതിൽ വേറെ ഒരുപാട് മെഷീൻസും കാലൊക്കെ ഉണ്ട്. അപ്പോൾ അതുപോലത്തെ കുറേ സംഭവങ്ങളും കാലൊക്കെ ഇതിലുണ്ട്. അപ്പോൾ ഞാൻ എന്തായാലും ഇനി നെക്സ്റ്റ് നമുക്കൊരു സ്പെല്ലും കാലൊക്കെ പഠിക്കാൻ പോകും. നമുക്കിതുപോലെ പുതിയ സ്പെൽസും പിന്നെ അതുപോലെ പുതിയ സ്കിൽസും കാലൊക്കെ പഠിക്കാൻ പറ്റും. അപ്പോൾ അതും പാടെ എനിക്കൊന്ന് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ നമ്മൾ നേരെ നമ്മുടെ ചാംസിൻ്റെ ക്ലാസ് റൂമിലും കാലൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിന്നാണ് നമുക്ക് നമ്മുടെ സ്പെൽസും കാലൊക്കെ പഠിക്കാൻ പറ്റുന്നത്. നമ്മൾ നോക്സ് എന്ന് പറഞ്ഞൊരു സ്പെല്ലും കാലൊക്കെയാണ് ഇപ്പോൾ പഠിക്കാൻ വേണ്ടി വന്നിട്ടുള്ളത് കേട്ടോ.
അപ്പോൾ ഇത് നമുക്ക് 3 ഹവേഴ്സിനുള്ളിൽ നമുക്ക് പഠിച്ച് തീർക്കാൻ പറ്റുന്നതാണ് ഗെയിം നമ്മളോട് പറയുന്നത്. അതിന് മുമ്പ് നമുക്ക് പഠിച്ച് തീർക്കാൻ പറ്റും. അപ്പോൾ എന്തായാലും ഞാൻ ജസ്റ്റ് ഒരു സംഭവം കാലൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ കുറച്ച് ഐറ്റംസും കാലൊക്കെ ഉണ്ട്, ഒരു മെക്കാനിസം കാലൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പോൾ അതൊക്കെ ജസ്റ്റ് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇത് ലോഡാകുമ്പോൾ കുറച്ച് ടൈം കൊടുക്കും കേട്ടോ. ഈ ഒരു ഗെയിമിൻ്റെ ചെറിയൊരു പ്രോബ്ലം ആണത്. അപ്പോൾ അതുപോലെ ഇവന്മാർ സോൾവ് ചെയ്യുകയാണെങ്കിൽ ജസ്റ്റ് നൈസായിരുന്നു ഇത്. ഓക്കെ, അപ്പോൾ എന്തായാലും നോക്സ് അങ്ങനെന്താ കാണിച്ചാൽ വായിക്കാൻ പറ്റില്ല. ഓക്കെ, നമ്മുടെ സബ്ജക്റ്റും കാലൊക്കെ അതൊക്കെ അവിടെ പറയുന്നുണ്ട്. ഓക്കെ, പിന്നെ യുവർ വാൻസ് ആൻഡ് ടു ഡു ഇറ്റ്. ഓക്കെ, നമ്മുടെ പ്രൊഫസർ പ്രൊഫസർ എന്ന് പറഞ്ഞാൽ മതി നമുക്ക്. നമ്മുടെ പ്രൊഫസറാണെങ്കിൽ അവിടെ കുറേ നമ്മൾ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിത് ഈ ഒരു സ്പെല്ല് പഠിച്ചെടുക്കാൻ വേണ്ടി നമുക്കിത് ജസ്റ്റ് ഈ ഒരു ബ്ലൂ പാർട്ടിക്കിൾസ് തരുന്നുണ്ടല്ലോ. എനിക്ക് ഈ ഒരു ബ്ലൂ പാർട്ടിക്കിൾസിൽ നമ്മൾ ക്ലിക്ക് ചെയ്താണ്ടിരിക്കുമ്പോൾ നമുക്കിത് നമ്മുടെ ഈ ഒരു ഇത് ഫുള്ളാണ് കാണാം. നമുക്ക് കുറച്ച് സ്റ്റാർസ് കാണാൻ പറ്റില്ല. അപ്പോൾ അത് നമുക്കിങ്ങനെ ഫുള്ളാകുന്ന കാണാൻ പറ്റും. അപ്പോൾ അത് ഫുള്ള് ഫില്ലായാലേ നമുക്ക് പറ്റുള്ളൂ. ഓക്കെ, നമുക്ക് ഫസ്റ്റ് സ്റ്റാർ കംപ്ലീറ്റ് ആകുമ്പോൾ നമുക്ക് കുറച്ച് റിവാർഡ്സ് ചോയ്സ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ എന്തായാലും കുറച്ച് നോളജും കാലൊക്കെ നമ്മൾ ചോയ്സ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും ഇതുപോലത്തെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഒരു ബ്ലൂ കളർ വരുമ്പോൾ നമുക്ക് സെറ്റാക്കണം. അപ്പോൾ ആ ഒരു ബ്ലൂ കളർ നമുക്ക് ഇതിന് നമ്മുടെ എനർജി വെച്ചുകൊണ്ടാണ് നമ്മൾ അത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ എനർജിയാണ് നമുക്ക് മെയിൻ. അപ്പോൾ എനർജി കിട്ടാൻ കുറച്ച് പാടാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ എനർജി നോക്കിയാൽ മനസ്സിലായിരിക്കും അത് കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമ്മുടെ പ്രൊഫസറാണെങ്കിൽ നല്ല രീതിയിൽ ക്ലാസ്സും കാലൊക്കെ എടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്കത് ഇങ്ങനെ ഇരുന്ന് കുറച്ച് നേരം പഠിച്ച് ബുക്കൊക്കെ വായിച്ച് നമുക്കത് ഈ ഒരു സംഭവം കാലൊക്കെ സ്പീഡാക്കി എടുക്കാൻ പറ്റും നമ്മുടെ എനർജി കൊടുത്ത് കണ്ട്. ഓക്കെ, അല്ലെങ്കിൽ ആ ടൈം കഴിയുമ്പോൾ നമ്മുടെ തന്നെ നമ്മുടെ 5 സ്റ്റാർസും പാസ്സാവുന്ന കേട്ടോ. അപ്പോൾ നമുക്ക് കുറച്ച് സ്പീഡാക്കി എടുക്കണമെങ്കിൽ നമ്മുടെ എനർജി കൊടുത്താൽ നമുക്ക് ഇങ്ങനെ എടുക്കാൻ പറ്റും. ഓക്കെ, അവിടെ എനർജി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമ്മുടെ ഫോക്കസ് ചെയ്താണ് നമ്മൾ ജസ്റ്റ് ഒരു സ്പെല്ലും കാലൊക്കെ പഠിക്കട്ടെ. ഓക്കെ, അപ്പോൾ എന്തായാലും നമ്മളോട് ഇനി ഫോക്കസ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മൾ നേരെ കറക്റ്റ് ഒരു സർക്കിളിൻ്റെ റൗണ്ടിൽ നമ്മൾ ഫോക്കസ് കൊണ്ട് നിർത്തിയാലേ നമുക്ക് ഈ ഒരു സ്പെല്ലും കാലൊക്കെ പഠിച്ചെടുക്കാൻ പറ്റുള്ളൂ. നമ്മൾ ഫസ്റ്റ് റൗണ്ടിൽ തന്നെ നമ്മൾ എല്ലാ മാസമായിട്ട് നമ്മൾ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും നമ്മൾ അഭിനന്ദിച്ചിട്ടുണ്ട് നമ്മുടെ പ്രൊഫസറും കാലൊക്കെ. അപ്പോൾ എന്തായാലും നൈസായിട്ട് നമ്മളിതാ ഈ ഒരു നോക്സും കാലൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത് ഫുള്ളൊന്ന് പഠിക്കാനായിട്ട് ഇത് കുറച്ച് ടൈം എടുക്കും. അപ്പോൾ ഞാൻ നിങ്ങളെന്തായാലും കാണിച്ച് ബോറടിപ്പിക്കുന്നില്ല. ജസ്റ്റ് ഇതാ ഈ ഒരു സംഭവം തന്നെ റിപ്പീറ്റ് ആയി വരുള്ളൂ. നമുക്കിതാ ഈ ഒരു ബ്ലൂ പാർട്ടിക്കിൾസ് വരും, അത് ഡബിൾ ടിക്ക് ചെയ്യുക, അത് കളക്ട് ചെയ്യുക, അത്ര സംഭവം തന്നെ ഉള്ളൂ. അപ്പോൾ ഞാൻ എന്തായാലും ഇതൊന്ന് കളക്ട് ആക്കി നിങ്ങൾ അപ്ഡേറ്റ് ആക്കാം. അങ്ങനെ ഫൈനലി നമ്മളിതാ നമ്മുടെ ഈ ഒരു സംഭവം കാലൊക്കെ കളക്റ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളതാ സക്സസ് ആയിട്ടുണ്ട്. ഓക്കെ, നമ്മുടെ ഹൗസ് പോയിൻറ്റ്സും കാലൊക്കെ ഉണ്ട്. നമ്മൾ ജസ്റ്റ് ഗ്രിഫൻഡോറും കാലൊക്കെയാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് 78 പോയിൻറ്റ് ഏറ്റവും കുറവ് നമുക്ക് കേട്ടോ പോയിൻറ്റ്സ്. അപ്പോൾ നമുക്ക് എന്തായാലും കുറച്ച് മാച്ച് കളിച്ച് പോയിൻറ്റ്സ് നല്ല കൂട്ടാൻ പറ്റും. ഓക്കെ, അപ്പോൾ എന്തായാലും നമ്മൾ ചാപ്റ്റർ 6 ഒക്കെ എത്തിയിട്ടുണ്ട്. ചാപ്റ്റർ 6 കംപ്ലീറ്റ് ആയിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഓക്കെ, ചാപ്റ്റർ 7 കാലൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. ഓക്കെ, നമുക്ക് പുതിയ ക്ലാസ്മേറ്റ്സും പിന്നെ അതുപോലെ കുറച്ച് സംഭവങ്ങളൊക്കെ കിട്ടുന്നുണ്ട് ഇപ്പോൾ പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും അതിൻ്റെ ഗെയിം പ്ലേസും കാലൊക്കെ വേണമെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ അത് നമുക്ക് സെറ്റാക്കാവുന്നതാണ്. അപ്പോൾ എന്തായാലും എൻ്റെ അടുത്ത് കുറച്ച് പെറ്റിൻ്റെ കളക്ഷൻസും പിന്നെ അതുപോലെ നമ്മുടെ കുറേ സംഭവങ്ങളും കാലൊക്കെ ഒരു ഗെയിമിലുണ്ട്. അപ്പോൾ ഇത് എന്തായാലും ഒരു വൈഡായി കിടക്കുന്നൊരു ഗെയിമും കാലൊക്കെയാണ്. അതിൽ ഒരുപാട് സംഭവങ്ങളും കാലൊക്കെ ഇനിയും നിങ്ങൾക്ക് കാണിച്ചു തരാനുണ്ട്. അപ്പോൾ അതെന്തായാലും എനിക്ക് കാണുന്ന താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മളെന്തായാലും ഇതിൻ്റെ അടുത്ത് എപ്പിസോഡും കാലൊക്കെ ഇടുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക ഇതിന് സെക്കൻഡ് പാർട്ട് വേണോ വേണ്ടെന്നൊക്കെ. നമുക്ക് എന്തായാലും കുറേ മെഷീൻസും കാലൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നമ്മളൊരു ഗെയിം പ്ലേ ആയിട്ട് ഇടുന്നതാണ്. അപ്പോൾ എന്തായാലും അടുത്തൊരു നല്ല വീഡിയോ ആയി കാണുന്നത് വരെ എല്ലാവർക്കും ബൈ.